ഒരു പ്രീമിയം കാറിന്റെ ഫീച്ചേഴ്സോട് കൂടി ഇന്ത്യൻ വിപണിയിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു പിക്കപ്പ് സെഗ്മെന്റിലുള്ള മഹീന്ദ്രയുടെ വീറോ ആണ് നമ്മൾ ഇന്ന് റിവ്യൂവിനായിട്ട് വന്നിരിക്കുന്നത്. ഈ കാറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിക്കപ്പ് സെഗ്മെന്റിൽ ഇത്രയും ഒരു ഫീച്ചറോട് കൂടി വാഹനങ്ങൾ നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ ഇറങ്ങിയിട്ടില്ല. ഇതിന്റെ ഫ്രണ്ട് തന്നെ കണ്ടറിയാം, നമുക്കൊരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനാണ് ഇതിന് വന്നിരിക്കുന്നത്. ഫ്രണ്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് EV കാറുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഫ്രണ്ട് ഗ്രില്ലാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഷേപ്പ് തന്നെ നമുക്ക് അത്യാവശ്യം എയറോഡൈനാമിക്സ് രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം മൈലേജിനും കംഫർട്ടിനും വേണ്ടിയാണ് ഇവർ ഈ ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ആണെങ്കിലും അത്യാവശ്യം ഒരു കാഴ്ചയ്ക്ക് ഒരു ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ സൈഡ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഡോർ ഹാൻഡിലൊക്കെ നമ്മുടെ സാധാ കാറുകൾക്കൊക്കെ ഇപ്പോൾ വരുന്ന പോലെ ഒരു ഡിസൈനിലാണ് ഇതിൻ്റെ ഡോർ ഹാൻഡിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സൈഡ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ 15 ഇഞ്ചിൻ്റെ ലോഡിംഗ് ടയറാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്തും വീറോ എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. 10 അടി നീളവും 5 അടി 4 ഇഞ്ച് വീതിയുള്ള ക്യാബിനാണ് ഇതിന് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് ക്യാമറ നമുക്കുണ്ട്. അതിൻ്റെ ക്യാമറ ഇവിടെയായിട്ടാണ് വരുന്നത്. അപ്പോൾ വണ്ടിയിൽ ഹെവി ലോഡാണെങ്കിലും ബാക്കിൽ നിന്നുള്ള വ്യൂവിന് വേണ്ടി നമുക്കിത് ഡ്രൈവർക്ക് ഉപകരിക്കുന്നതാണ്. ഇതിൻ്റെ സസ്പെൻഷനും ഭാഗങ്ങളും നല്ല രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ ഫ്യൂവൽ ടാങ്ക് വരുന്നത്. ഫ്യൂവൽ ടാങ്ക് 40 ലിറ്ററാണ്. ഇതിൻ്റെ ഡെഫ് ടാങ്ക് വരുന്നുണ്ട് ഇവിടെ, അത് 10 ലിറ്ററാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ വീൽ ബേസ് 2700 മില്ലിമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ലെങ്തി വാഹനത്തിനുണ്ട്. ഇതിൻ്റെ അകത്തെ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു കാറിൻ്റെ ഫീച്ചേഴ്സ് പോലെയുള്ള അതേ രീതിയിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടുള്ളൊരു എയർ ബാഗാണ് ഈ കാറിൽ ഇതിനകത്ത് വരുന്നത്. ഇത് വരുമ്പോൾ ഡ്രൈവർ സൈഡ് എയർ ബാഗ് ഉണ്ട്. ഇവിടെ 2 പേർക്ക് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട്. നല്ല രീതിയിലുള്ളൊരു ഫിനിഷിംഗ് ആണ് സീറ്റിങ്ങിന് കൊടുത്തിരിക്കുന്നത്. നല്ല തൈ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട്. ഡ്രൈവർ സൈഡ് ആണെങ്കിലും അത്യാവശ്യം ബോഡി റോളും കാര്യങ്ങളും ഉറക്കാൻ വേണ്ടി ഈ സൈഡ് ബൾജിങ്ങും പിന്നെ ഡ്രൈവർ സൈഡ് ഹെഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പവർ വിൻഡോ സ്വിച്ചുകളാണ് ഈ കാണുന്നത്. പിന്നെ 2 ടൈപ്പ് ചാർജർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഒരു 12 വോൾട്ടിൻ്റെ സോക്കറ്റും ഉണ്ട്. പിന്നെ AC കൺട്രോൾ ഉണ്ട്. പിന്നെ ഇൻഫോടൈം സിസ്റ്റം നമ്മുടെ 3XOയിലൊക്കെ കാണുന്ന ടൈപ്പ്, എന്നാൽ അത്രയും ഒരു ക്വാളിറ്റി ഇല്ലെങ്കിലും അത്യാവശ്യം ഒരു പിക്കപ്പ് സെഗ്മെൻറ്റിൽ ഈ ഇൻഫോടൈൻമെൻ്റ് ആദ്യമായിട്ടാണത്. അപ്പോൾ കാറിൻ്റെ കൺട്രോളും ബാക്കി ടൈമും എല്ലാം ഇതിൽ അറിയാം. പിന്നെ സ്റ്റിയറിങ്ങിൽ വന്നു കഴിഞ്ഞാൽ വോളിയം കൺട്രോളുകളുണ്ട്. കോൾ എടുക്കാനും കട്ട് ചെയ്യാനുമുള്ള സ്വിച്ചുകളുണ്ട്. ഗിയറാണെങ്കിലും അത്യാവശ്യം നല്ല സ്മൂത്താണ്. ഒരു കാറിൻ്റെ ഗിയർ ഉപയോഗിക്കുന്ന അതേ ലാഘവത്തോടുകൂടി നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിനകത്തൊരു IMAX ടെക്നോളജി എന്നുള്ളൊരു ഫീച്ചർ ഉണ്ട്. അത് വരുമ്പോൾ നമുക്ക് വെഹിക്കിൾ ട്രാക്കിങ്ങും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ സപ്ലൈ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനമാണെങ്കിൽ നമുക്ക് ഈ ഓണേഴ്സിന് ഇത് ഏതൊക്കെ രീതിയിൽ വഴി കൂടെയാണ് വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത്, ഏത് സ്ഥലത്താണ് ഇപ്പോൾ ഇതുള്ളത് എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ അറിയാൻ പറ്റും. പിന്നെ ജിയോ ഫെൻസിങ് അത് വരുമ്പോൾ നമുക്ക് ഇത്ര ബോർഡർ വിട്ട് ഈ വാഹനം പോയി കഴിഞ്ഞാൽ ഓണർക്ക് നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുവഴി അനാവശ്യ ഉപയോഗം നമുക്ക് ഈ ഓണേഴ്സിനെ അത് തടയാൻ പറ്റും. പിന്നെ റൂട്ട് പ്ലാൻ ചെയ്യാം. നമ്മൾ സപ്ലൈ ആവശ്യത്തിനോട് ഉപയോഗിക്കുന്ന വാഹനമാണെങ്കിൽ ഏതൊക്കെ റൂട്ടിലാണ് ഇത് പോകുന്നുണ്ട് എന്നുള്ളതും ഏത് രീതിയിലാണ് പോയി കഴിഞ്ഞാൽ മൈലേജ് എഫിഷ്യൻസി കൂട്ടുന്നത് എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടും. പിന്നെ വെഹിക്കിൾ ഹെൽത്ത് മോണിറ്ററിങ്, അതായത് വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു മോണിറ്ററിങ് കിട്ടും. പിന്നെ വേറെ വരുന്നൊരു ഫീച്ചറാണ് ഫീച്ചർ വരുന്നതാണ് ഫ്യൂവൽ കോച്ചിങ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. അതായത് നമുക്ക് ഏത് ഗിയറിൽ പോയാലാണ് ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി കൂടുക എന്നുള്ളതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടും. ഇതിൻ്റെ ക്ലസ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റേ ഫ്യൂവൽ ടാങ്ക്
നോട്ടിഫിക്കേഷൻ, എൻജിൻ ഹീറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, ഡെഫ് ലെവല്, ടൈം, അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. പിന്നെ ട്രിപ്പ് എ, ട്രിപ്പ് ബി തുടങ്ങിയ ഫീച്ചേഴ്സ് ഇതിൽ അറിയാൻ പറ്റും. ഇനി ഈ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പവർ മോഡിൻ്റെ സ്വിച്ച് ഉണ്ട്. അപ്പോൾ പവർ കൂടുതൽ വേണ്ട സമയത്ത് നമുക്ക് പവർ മോഡ് ഉപയോഗിക്കാം. ഇത് സിഗ്നലിലും മറ്റും മൈലേജ് എഫിഷ്യൻസി കൂട്ടുന്നതിന് വേണ്ടി, അതായത് ബ്ലോക്കിൽ കിടക്കുന്ന സമയത്ത് വാഹനം എൻജിൻ കട്ട് ഓഫ് ആയി ഫ്യൂവൽ എഫിഷ്യൻസി കൂടുന്നതിനുള്ള ഐഡിൽ സ്റ്റോപ്പ് എന്ന് പറയുന്ന കാറുകളിൽ കാണുന്ന ഒരു ഫീച്ചറാണിത്. ഇത് ഹെഡ് ലാമ്പ് അഡ്ജസ്റ്റിങ്ങിൻ്റെ ഫീച്ചറാണ്. ഇതിൻ്റെ ഒരു ഡോറ് ഹൈ സേഫ്റ്റി ഡോറ് ആണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമുക്കത് ക്ലോസ് ചെയ്യാൻ പറയാം. നല്ല ഹെവി ഫീലാണ് ഡോറിനുള്ളത്. ഈ വാഹനത്തിന്റെ എക്സ്ഷോറൂം പ്രൈസ് 9,56,000 ആണ്. 18 കിലോമീറ്റർ ആണ് ഇതിന് ആവറേജ് കമ്പനി പറയുന്ന മൈലേജ്. അപ്പോൾ ഇതിന്റെ എൻക്വയറിക്കും ബുക്കിങ്ങിനും വേണ്ടി എക്സിക്യൂട്ടീവിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.